അപ്പോൾ നമ്മുടെ JK ഗപ്പി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനിനെല്ലാം ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമ്മുടെ 2 ഗോൾഡ് ഫിഷ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവന്മാർ നമ്മളോട് ഇണങ്ങി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഓടി പോകുന്നത്. ഗപ്പീസ് എല്ലാം ഒരു കുഴപ്പമില്ല, പാവങ്ങളാണ്. അപ്പോൾ ഇവന്മാർ സെറ്റാ. ഇതിനകത്തൊരു ഫീമെയിൽ ഗപ്പീൻ്റെ വാലിൽ നീറ് കടിച്ചിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് വാലിൽ മീനിൻ്റെ നീറ് കടിക്കുന്നതെന്ന്. അപ്പോൾ അത് മീനിനിപ്പോൾ അതിനകത്ത് കാണുന്നില്ല. നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനത്തെ കൂടി മിക്സഡ് ഗപ്പീസിന് ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറവാണ്, സ്റ്റോക്ക് കുറവാണ്. ഇത് കുറച്ചും കൂടെ കഴിഞ്ഞാലേ കൊടുക്കാനാവുള്ളൂ. ഇതിപ്പോൾ ഇവന്മാർ ബ്രീഡിങ് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരു കുട്ടി പോലും അധികമൊന്നും കുട്ടികളില്ലല്ലോ. കുട്ടികളായി തുടങ്ങുമ്പോഴേ നമ്മൾ വലുതുങ്ങളെ കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള കമൻറ്റിൽ കൂടെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു മെയിൽസിന് വില കൂടുതലാണ്. മെയിൽസിന് 20 രൂപയും ഫീമെയിൽസിന് 15 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ മിക്സഡ് പീസാണ്. മിക്സഡ് അത് ഏതൊക്കെ ടൈപ്പാണ് നിങ്ങൾ ചോദിക്കും. ഇപ്പോൾ നമ്മളിവിടെ മിക്സ് ആക്കിയേക്കുന്നത് ഫുൾ റെഡും പിന്നെ ബിഗ് ഗിയറും പിന്നെ ഇത് മിക്സഡിൻ്റെ തന്നെ നമ്മൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും മീനുകളാണ് നമ്മൾ ആദ്യത്തിനകത്ത് ഇറക്കി വിട്ടത്. പിന്നെ നിങ്ങൾ മിക്സ് ആയിട്ടുണ്ടായ ബേബീസാണ് ഇപ്പോൾ ഈ കാണുന്ന വലിയ മീനുകൾ. അപ്പോൾ അതിൻ്റെ അന്ന് നമ്മൾ ഇട്ടിട്ടുള്ളതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിനെ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ ഫീമെയിൽസ് ഒഴികെ മെയിൽസിന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തന്നെ കിട്ടും. അപ്പോൾ അതുങ്ങൾ മിക്സ് ആവില്ല. അതുണ്ടോ നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിൻ്റെയൊക്കെ ഒരു കളറൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ കണ്ടോ, ഇതൊക്കെ ഇലക്ട്രിക് ബ്ലൂ ക്രോസാണ്. അപ്പോൾ എല്ലാം ഇത് മിക്സാണ്, ഹൈബ്രിഡ് മിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചിലതെല്ലാം ഒരു നാടൻ്റെ പോലെയാണ്, നാടൻ്റെ കട്ടുള്ളതുങ്ങളുണ്ട്. അപ്പോൾ നാടനൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിതിനകത്ത്. ഇതുണ്ടോ ഒരു ഫുൾ ഗോൾഡിൻ്റെ ഒരു മിക്സാന്ന് തോന്നുന്നു. നമ്മൾ ഫുൾ ഗോൾഡിനന്ന് അധികമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ക ഒറിജിനൽ നാടന് അതാ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ക ഒറിജിനൽ നാടൻ അതിൽ പോകുന്നുണ്ട്. ഇവിടെ ഗോൾഡ് ഫിഷ് പ്രത്യേകിച്ച് ഒരു മൈൻഡും ഇല്ല, അതിൽ കൂടെ എല്ലാം പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം മിക്കി മൗസ് പ്ലാറ്റി, നോർമൽ പ്ലാറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ ഗോൾഡ് ഫിഷിനെ നമ്മൾ വാങ്ങിച്ചത് 50 രൂപയൊക്കെയാണ്. അല്ല 50 അല്ല 60 രൂപയൊക്കെയാണ് ഒരെണ്ണത്തിന് വാങ്ങിച്ചത്. രണ്ടെണ്ണത്തിനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 120 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ 120 രൂപയ്ക്ക് അതിന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു പറഞ്ഞൊരു മെയിൽ ആ പോകുന്നത്, ഇലക്ട്രിക് ബ്ലൂവിൻ്റെ മിക്സ് മെയിൽ അതാ പോകുന്നു. അപ്പോൾ ഇത്രയും മീനുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ നമ്മൾ ആ പറഞ്ഞ മീനിൽ വാലിൽ അത് കടിച്ചെന്ന് പറഞ്ഞാൽ മീൻ ഇപ്പം ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ കാണുമ്പോൾ കാണിച്ചു തരാം. നമുക്കപ്പോൾ മീൻ ഇച്ചിരി തീറ്റ ഇട്ട് കൊടുക്കാം, അപ്പോൾ വരുമായിരിക്കും. നമുക്ക് നോക്കാം, മീനെ തീറ്റ ഇട്ട് നോക്കാം. പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കൂട്ട് പെല്ലറ്റാണ്. ഇത് തീരുമ്പോൾ നമ്മൾ ആർട്ടിമ ഫ്ലേക്സും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് ആർട്ടിമ ഫ്ലേക്സ് ഇല്ല. പിന്നെ ആർട്ടിമ ഫ്ലേക്സ് നമ്മൾ മേടിക്കുമ്പോൾ കൊടുക്കും. പിന്നെ കൊടുക്കുന്നത് നമ്മുടെ ഗപ്പി ബീഡ്സ് ആണ്, അതും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തീറ്റയ്ക്ക് ഒരു 10 രൂപയ്ക്ക് നമുക്ക് ഈ ടിന്നിൻ്റെ ഒരു ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് തീറ്റ. 10 രൂപ ഉള്ളൂ ഈ തീറ്റയുടെ വില. ആർട്ടിമ ഫ്ലേക്സിനാണ് 150-160 രൂപയൊക്കെ. അപ്പോൾ നല്ലൊരു തീറ്റയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. നമുക്കൊന്ന് ഗപ്പിക്കൊന്ന് വെറുതെ ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ ഫുഡായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പം മീനിന് ചെറുതായിട്ട് ഇച്ചിരി കൊടുത്തതിനും ഇവന്മാർക്ക് ആർത്ത് കയറി. അപ്പോൾ എല്ലാവർക്കും കൂടെ കൊടുക്കാം. ഇവന്മാർക്ക് ഒരു 3 നേരം നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡ് ഫിഷൊക്കെ ഉള്ളതുകൊണ്ട് തീറ്റ ഇപ്പം ഇതിനകത്ത് വേസ്റ്റായിട്ട് വരുന്നില്ല. ഭയങ്കര ആർത്തിയാണ് ഗോൾഡ് ഫിഷിന്. ഗപ്പി വരുന്ന സ്ഥലത്ത് ഇവന്മാർ തീറ്റയ്ക്ക് അധികം വരില്ല. കണ്ടോ, അവന്മാരെ ഗപ്പിയുടെ അടുത്തോട്ട് അധികം തീറ്റ എടുക്കാൻ വരും. ഇച്ചിരി മാറി കിട്ടിയാൽ അവന്മാർ എടുക്കുകയുള്ളൂ. ഗപ്പീസിനെ ഓടിക്കും അവിടുന്ന്, എന്നിട്ടാണ് അവന്മാർ കഴിക്കുന്നത്. അപ്പോൾ യുവമാർക്ക് ഇപ്പം നമ്മുടെ അടുത്ത് അധികം നല്ല ചിലവുണ്ട്. അതാണ് നമ്മൾ നീറ് വാല് കടിച്ചൊരു ഗപ്പി എന്ന് പറഞ്ഞ ഒരു ഗപ്പിയുണ്ട് ഇവിടെ. അപ്പോൾ അതിനെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ആ നീറ് വാലിക്കടിച്ച ഗപ്പി. നമ്മൾ പറയുമ്പോൾ വിശ്വാസമാവില്ല പലവർക്കും, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെ കാണിച്ചത്. ശരിക്കും കാണാത്തൊരു ഭയങ്കര സൈഡിലോട്ട് ഓട്ടമാണ്. ഇതിനൊന്ന് എടുത്ത് കളയണം. അപ്പോൾ എടുത്ത് കളയാം. നമ്മുടെ അടുത്ത് ഓൾറെഡി ഇപ്പം നെറ്റില്ല. അപ്പോൾ അവനെ കാണിച്ചതല്ലേ നടക്കുള്ളൂ. കണ്ട അതാ ഓടി, ഏതാ സ്പീഡ്. ഇതാ നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ ക്വാളിറ്റി. നല്ല വലിപ്പമുണ്ട്, ബ്രീഡാവാറേതാണ്. നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയും നന്നായി തിന്നട്ടെ, വിശപ്പുമാണ്.
ഇന്ന് ഉച്ചയ്ക്ക് തീറ്റ കൊടുത്താണ്. ആ വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കയറിയിട്ട് പൂത്ത് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഞായറാഴ്ച മാത്രമേ തീറ്റ എടുക്കാൻ പോലും പറ്റുള്ളൂ. നമ്മുടെ വാലയിൽ നീറ് കടിച്ച് വെപ്പിയതാ, അതാ പോകുന്നു. കണ്ടോ ഗൈസ്, വാലിൽ നീറും കടിച്ച്. ഇതെങ്ങനെ കടിച്ചു എന്നൊന്നും അറിയത്തില്ല, അത്രയും ഓവർ സൈസ് ഗപ്പിയാണ്. അപ്പോൾ പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം അഴുകി പോകുന്നതാണോ പറിക്കണമെന്നു തോന്നുന്നുണ്ട്. വാലൊക്കെ മുറിഞ്ഞു എങ്ങനെയൊക്കെയോ. അപ്പോൾ ഇതാ വാൽ നീറും കടിച്ച് നടക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. എന്നാൽ ബൈ.